എൻ്റെ 20th ഇയർ ഇൻ മൈ കരിയറിലാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് സന്തോഷമുണ്ട്. ബട്ട് ബിഫോർ ഓൾ ദാറ്റ് ഐ നീഡ് ടു സേ ദാറ്റ് ദിസ് അവാർഡ് ഹാസ് കം അറ്റ് എ വെരി അൺഎക്സ്പെക്റ്റഡ് ടൈം. ആൻഡ് അതിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് ശ്രീ Surya Krishnamurthy സാറിനോട് തന്നെയാണ്. Because he's the one who reached out to me and said that he has been put on this panel and he was put in this position where he needs to select awardees. But thank you so much for bearing me in mind and considering me for this award. It feels very good to come to Trivandrum, yet another ceremony like this. And I know some of the aspects of this award korchu politically driven kuda thonunalle. They said that what makes this award very special is that the CM is going to be giving this award. So ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ US ലായിരുന്നു. New Year ആണല്ലോ. Today's the last day of this year and I had so many other plans. അതെല്ലാം കട്ട് ഷോട്ട് ചെയ്ത് ഓടി പറന്ന് ഇങ്ങോട്ട് ഞാൻ എത്തിയതാണ്. It was almost like an emergency, you know. I was like, no, I have to receive this award because I haven't received an award from a CM before and it's a great honor. So thank you so much to News 18 as well for having me here. Thank you, ma'am. Great pleasure for us also. Ma'am, ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് നമ്മൾ മലയാളികൾ ഈ പുരസ്കാരം ഇന്ന് മമത മോഹൻദാസ് നൽകുന്നത് 2025 ഇൻസ്പയറിംഗ് വുമൺ എന്നുള്ള പേരിലാണ്. ഉറപ്പായിട്ടും മലയാളികളെ പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ആ പുരസ്കാരം നൽകുന്നത്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഈ ചലച്ചിത്ര ലോകത്തെ ഫെയിമിനും ആ തിളക്കത്തിനും അപ്പുറം നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ തുറന്നു പറയാൻ കാണിക്കുന്ന ഒരു ആർജവമുണ്ടല്ലോ, അത് പോസിറ്റീവായി തന്നെ സമൂഹം എടുക്കുന്ന പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ തയ്യാറായത്? ഒരിക്കലല്ല. ഐ തിങ്ക് വാട്ട് ഹാപ്പൻസ് ഇസ് സാധാരണ ഒരു പേഴ്സൺ ദേ വുഡ് ബി ഗിവൻ എ ചോയ്സ്. They have to make, most often in life you have to make a choice between ഞാൻ ഈസി വഴി എടുക്കണോ അതോ ഹാർഡ് വഴി എടുക്കണോ എന്ന്. ബിക്കോസ് I always think what makes me എന്തിനാണ് എന്നെ ഈ അവാർഡിന് വേണ്ടി സെലക്ട് ചെയ്തത്, ഞാൻ എന്തുകൊണ്ട് ഈ അവാർഡ് അർഹിക്കുന്നു അതോ ഈ റെസ്പെക്ട് അർഹിക്കുന്നു എന്നുള്ളത്. കറക്റ്റാണ്, എല്ലാവരും ലൈഫിൽ പല ചാലഞ്ചസ് ഗോ ത്രൂ ചെയ്യുമ്പം they will have to face it. എല്ലാവരും നേരിടും. But what made my life, I think, different could be I had to choose between what is hard and what is even harder. There was no easy way because Adyam there was a choice. There was an easier path for me. But then it started getting more and more difficult. And അത് ജീവിച്ച് ഞാൻ ഇന്ന് ഇവിടെ എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിജയം. പിന്നെ ഈ തിരിച്ചു കിട്ടിയിരിക്കുന്ന ജീവിതം എങ്ങനെ ജീവിച്ച് കാണിക്കും എന്നുള്ളതിലും ഒരു വലിയൊരു വിജയമായിട്ട് കൺസിഡർ ചെയ്യുന്നു.